ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു 5 കാര്യങ്ങൾ എന്താണെന്ന് സാറ് പറഞ്ഞുതരുമോ? നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന പല കാര്യങ്ങളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഉള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ കിടന്നുറങ്ങാം. ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഫുഡ് റീഗർജിറ്റേറ്റ് ചെയ്ത് ഈസോഫാഗസിലേക്ക് വരികയും ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നതുകൊണ്ട് ഹാർട്ട് ബേൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ ചായ, കോഫി കുടിക്കുക നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ചായയിൽ കോഫിയിലുള്ള ടാനിൻ, കഫീൻ എന്നുള്ള സാധനങ്ങൾ നമ്മുടെ അയൺ അബ്സോർപ്ഷനെയും കാൽഷ്യം അബ്സോർപ്ഷനെയും കുറക്കും. അപ്പോൾ ആ ഫുഡിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കുറയും. 3, നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടല്ലോ. പല ഫ്രൂട്ട്സും ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. അപ്പോൾ ഓൾറെഡി ഫുൾഡ് സ്റ്റൊമക്കിലേക്ക് നമ്മൾ വീണ്ടും കുറച്ച് ഫ്രൂട്ട്സ് ചെല്ലുമ്പോൾ വീണ്ടും ഹാർട്ട് ബേൺ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുക എന്നുള്ള സ്വഭാവം ചിലർ ചെയ്യും. അതിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡിനെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രക്തക്കൊഴലുകളിലൂടെയുള്ള രക്തം നമ്മുടെ സ്റ്റൊമക്കിലേക്ക് അധികമായിട്ട് വരും. നമ്മൾ കുളിക്കുമ്പോൾ ശരീരത്തിൻ്റെ പുറത്തുള്ള രക്തക്കൊഴലുകളിലേക്ക് കൂടി രക്തം ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഡൈജസ്റ്റ് ഫുഡിൽ നിന്നുള്ള അബ്സോർപ്ഷൻ കുറയും, അതായത് ന്യൂട്രിയൻസ് കിട്ടുന്നത് കുറയും. അപ്പോൾ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നുറങ്ങുക, കുളിക്കുക, ചായ ഉപയോഗിക്കുക, ഫ്രൂട്ട്സ് ഉപയോഗിക്കുക, ഇതൊന്നും നമുക്ക് ഓവറോൾ നോക്കുമ്പോൾ ഫുഡിൻ്റെ അബ്സോർപ്ഷനും അതിൻ്റെ ഇതിനും ബെറ്റർ അല്ല.